ഹലോ എവരി വൺ, പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ദൈറ വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിലാണ്. ദുബായ് ദൈറയിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ്. UAE ഏറ്റവും വലിയൊരു ഫിഷ് മാർക്കറ്റാണിത്. ഇവിടെ എല്ലാ തരത്തിലുള്ള ഫിഷ്, വെജിറ്റബിൾസ്, പിന്നെ മീറ്റ്, പിന്നെ നമുക്ക് അക്വേറിയത്തിനിടാൻ പറ്റിയ അങ്ങനത്തെ ഫിഷ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇന്നത്തെ ഈ ഒരു വ്ളോഗിലൂടെ. ഇതാണ് എൻട്രൻസ്. നമ്മളൊരു എസ്കലേറ്റർ കയറി വരുമ്പോൾ നേരിട്ട് കാണുന്ന സ്ഥലമാണ് ഈ എൻട്രൻസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റിലോട്ടുള്ള എൻട്രി. പിന്നെ ലെഫ്റ്റിലൊക്കെ വേറെ കാര്യങ്ങളാണ്. ഒരുപാട് എന്തൊക്കെയൊക്കെയോ കടകളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഈ സ്റ്റേഷനറി, ചെരുപ്പുകൾ, അങ്ങനത്തെയൊക്കെ. ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു വ്യൂവ്. ഒത്തിരി വലിയൊരു ഫിഷ് മാർക്കറ്റാണ്. നിങ്ങൾക്ക് എന്ത് വെറൈറ്റി ഫിഷ് വേണമെങ്കിലും ഇവിടെ കിട്ടും. പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് അവർ ലൈവ് സീ ഫുഡ് എക്സ്പീരിയൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈ വലിയ വലിയ ക്രാബ്സ്, ലോബ്സ്റ്റർ, വലിയ കൊഞ്ച്, ടിലാപ്പിയ, അങ്ങനത്തെ ഒത്തിരി മീൻ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്ലോസപ്പിൽ അത് കാണിക്കാം. ഇത് ഞണ്ടാണ്. ഇതെല്ലാം ലൈവാണ്, ഇതെല്ലാം ജീവനുണ്ട്. അപ്പോൾ നമുക്ക് ജീവനോടെ പിടിച്ചുകൊണ്ട് പോയി തിന്നാൻ. പിടയ്ക്കുന്ന മീനെന്ന് പറയത്തില്ലേ, അതാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. റൈറ്റ് സൈഡിൽ കാണിച്ച ഒത്തിരി ഏരിയ ഉള്ളിടത്തെല്ലാം പിടിച്ച് സാധാ ചത്ത മീനാണ് എന്ന് പറയാം. ഇത് ജീവനുള്ള മീനാണ്. കണ്ടില്ലേ, സീബാസ് എന്ന് പറഞ്ഞാൽ കാളാഞ്ചി, ഒരു കാളാഞ്ചി എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാളാഞ്ചി അല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ അറേബ്യൻ സീബാസ് അല്ല, വേറൊരു ടൈപ്പ് സീബാസും ഉണ്ട്. ഇവിടെ സീബാസ് കിട്ടും, ടർക്കിയിൽ നിന്നൊക്കെയുള്ള. ഇത് വലിയ വലിയ ക്രാബ്സും ലോബ്സ്റ്ററും ടിലാപ്പിയയും ഇതൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് ഈ ലൈവ് സെക്ഷനിൽ. ഒരു വലിയ ലോബ്സ്റ്ററിനെ നമുക്കിവിടെ കാണാം. എത്ര വലിയ ലോബ്സ്റ്ററാണെന്ന് നോക്കിയേ. അതിന് ഭയങ്കര വലിയ നീളമുള്ള കൊമ്പുകളൊക്കെ ചേർന്ന വലിയൊരു ലോബ്സ്റ്ററാണ്. ഇതിന് നമുക്ക് ഇവിടെ നിന്ന് ലൈവോടുകൂടി വാങ്ങിച്ചുകൊണ്ട് പോയി നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ലോബ്സ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് തിലേപ്പിയാണ്. വെറൈറ്റി ഓഫ് തിലേപ്പിയ ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോൺസ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ. ജയൻറ്റ് പ്രോൺസ്, പിന്നെ ടൈഗർ പ്രോൺസ്, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതാണ്ടില്ല, ലൈവായിട്ട് പിടയ്ക്കുന്ന പ്രോൺസ് എല്ലാം കിടപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണോ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് കുക്ക് ചെയ്തോ ഫ്രൈ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കഴിയാൻ കഴിയും. ഇത് കണ്ടില്ല, എൻ്റെ അമ്മോ, ഇതിൻ്റെ ഒരു വലിയ കാലുകളാണ്. ഇങ്ങനത്തെ ഒരു പ്രോൺസിനെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ എട്ടുകാലിയൊക്കെ പോലുള്ള ഭയങ്കര നീളമുള്ള കാലുകളൊക്കെ ആയിട്ടുള്ള പ്രോൺസ് കൊള്ളാം. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോയി ഫ്രൈ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ കറി വെച്ചൊക്കെ കഴിക്കുക. ഇത് കണ്ടില്ലേ, നമ്മുടെ കറക്റ്റ് ഒരു എട്ടുകാലിയുടെ പോലെ ഉണ്ട്. ഭയങ്കര നീളമുള്ള കാലുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ക്രാബ്, വളരെ വലിയ ഒരു ക്രാബ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ കിടക്കുന്നതിൽ ഏറ്റവും വലിയൊരു ക്രാബാണെന്ന് തോന്നുന്നു. ഭയങ്കര നീളമുള്ള കാലുകളാണ് അതിൻ്റെ. ലോബ്സ്റ്റർ ക്യാൻഡി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. UAE ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണിത്. അടുത്ത ഇത് അവിടെ തന്നെ നമുക്ക് ഫ്രഷ് വാട്ടർ ഫിഷ്, നമുക്ക് അക്വേറിയം ഒക്കെ വാങ്ങാൻ പറ്റിയ കുറച്ച് ഏരിയയാണ്. കുറച്ച് ഷോപ്സ് അവിടെ ഉണ്ട്. നമുക്കിഷ്ടമുള്ള കളർ ഫിഷൊക്കെ നമുക്ക് വീട്ടിൽ അക്വേറിയത്തിലിടാൻ വേണ്ടി നമുക്ക് വാങ്ങാം. അതുപോലെ തന്നെ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു 3-4 വലിയ ഷോപ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അക്വേറിയം ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നാൽ അവർക്കൊരു വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇതൊക്കെ കാണുകയും ഇതൊക്കെ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അതിനോട് താല്പര്യം വേണം. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു സ്ഥലമാണ്. അപ്പം നമ്മളും വിചാരിച്ചു നമുക്ക് വീട്ടിൽ നമുക്ക് അക്വേറിയം ഇടയ്ക്ക് മുമ്പൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഞങ്ങൾ വാങ്ങണമെന്ന്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിലാണ് താമസിക്കുന്നതുകൊണ്ട് സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണമാണ് വലിയ അക്വേറിയം ഒന്നും ഇതുവരെ വാങ്ങാതിരുന്നത്. സോ എന്തായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ അക്വേറിയം വാങ്ങാം, നമ്മുടെ അവിടെ വയ്ക്കാം
എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വീട്ടിനകത്തൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫിഷിനെ കാണുന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നൊരു അക്വേറിയം കൂടെ നമ്മൾ വാങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അതൊരു ഫൗണ്ടൻ ടൈപ്പാ, ആർട്ടിഫിഷ്യൽ അല്ലേ? അക്വേറിയം ആണോ? ഇതൊരു വ്യത്യസ്തമായ അക്വേറിയമാണ്. അതിലൊരു ഫൗണ്ടൻ പോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ആമകൾ, ടോർട്ടോയ്സിനെ ഇട്ടിട്ടുണ്ട്. വളരെ ചെറിയ കുറച്ച് ആമകളാണ്. അതും കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് ടോർട്ടോയ്സ് ആമകളെന്ന് വാങ്ങാൻ പ്ലാനില്ല. നമ്മൾ ഫിഷ് മാത്രമേ വാങ്ങുന്നുള്ളൂ. അവിടെ 2 പേര്, ഒരു ബ്രദറും സിസ്റ്ററാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ആമകളെ നോക്കി അങ്ങനെ അത് വാങ്ങിച്ചാലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുക അവർ. അപ്പോൾ നമ്മളും ഇതൊക്കെ കണ്ടപ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ്, നമ്മളോടൊരു അടുപ്പം. കുട്ടികൾ അങ്ങനെയാണ്. നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ അവർ നമ്മളോട് കൂടുതൽ അടുക്കും. അടിപൊളിയല്ലേ? ചെറിയ ഫിഷസ്, എന്താ ഭംഗി! ഇതൊക്കെ അക്വേറിയമോ? കണ്ടില്ലേ? അടിപൊളി അക്വേറിയം. കണ്ടില്ലേ? ചെറിയ ഇതിലിട്ട് വെച്ചേക്കുക. ഫൈറ്ററാണോ? ഇവിടെ എല്ലാം ഫിഷ് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ചെറിയ ടൈപ്പ് അക്വേറിയം, വളരെ സ്മോൾ ടൈപ്പ് അക്വേറിയം. നമുക്കിത് വാങ്ങിച്ചാലോ? ഈ ചെറുത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആളാരാ? somebody is there. How much for this? 60 dirham. പിന്നെ ഫിഷിന് ഇത് ഇവിടുത്തെ ആളാണോ? മലയാളിയാണോ? ബിസിയാ. നമുക്ക് ഇതുപോലത്തെ ചെറിയ ഫിഷിനെ വാങ്ങിച്ചിടാം. നമുക്കിത് 60 ദിറംസിന് കിട്ടും ഈ സാധനം, അക്വേറിയം. ഇതിൻ്റെ കൂടെ അവർ ഓക്സിജനും ബാക്കി കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ചെയ്താണ് ആ 60 ദിറംസിന് ഇത് തരുന്നത്. പിന്നെ ഫിഷിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. 6 പെയറിന് 6 പെയർ. ഹൗ മച്ച് ഫിഷ്? 6 പെയർ. 3 piece 10, 4 piece 10. Okay, 4 പീസിന് 10 dirhams. ചെറിയ ഫിഷിന് ഇത് മതി. 4 പീസിന് 10 dirhams ആണ്. ഇതാകുമ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ മാറ്റി വെക്കാം. അതെ, നമുക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാം. കറക്റ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ടിയുള്ള അക്വേറിയം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ ടോപ്പ് വൈറ്റിലാണുള്ളത്. നമുക്ക് ആക്ച്വലി വൈറ്റ് വേണ്ട, നമുക്ക് ബ്ലാക്കാണ് വേണ്ടത്. അപ്പോൾ പുള്ളി അത് മാറ്റി ബ്ലാക്കിൽ റെഡിയാക്കി തരും. ഈ ഇരിക്കുന്നതിന് കുറച്ചും കൂടെ വലിയ സൈസാണ് അത്. ഇത് ആർട്ടിഫിഷ്യൽ കിളിയാണ്, പക്ഷെ എത്ര രസമാണ് അതിൻ്റെ ശബ്ദം കേൾക്കാൻ. ഇത് ഏതാ ഭംഗിയുള്ള ഇതിൽ? എടുത്താ इसमें लॉन्ग लाइफ कौन सा है? ये अच्छा फिश है, ये वाला ये साथ में डाल सकते हैं। हाँ, ये दोनों आप डाल लें तो लड़ेगा तो नहीं। झगड़ा नहीं।
ये डाल दो 10 ग्राम का 10 इसके पास 6 कितना पीस आएगा? അപ്പോൾ നമ്മൾ ഈ ഒരു കാണുന്ന ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലത്തേക്കുള്ള അക്വേറിയത്തിലിടാൻ വേണ്ടി. जोड़ी चाहिए ना അപ്പോൾ ഈ ഒരു ഇതിന് ചെറിയ ഫിഷാണത്, കുറച്ച് കൂടുതൽ ലൈഫ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് കുറച്ച് കളർഫുള്ളാണ്, ഡിഫറെൻറ്റ് കളറിലാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു അക്വേറിയത്തിലിട്ട് വീട്ടിൽ വയ്ക്കുമ്പോൾ അത് നമുക്ക് കണ്ണിനൊരു ഭംഗിയായിരിക്കും, കാണാൻ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വാങ്ങുവാണ്. നമ്മൾ ടോട്ടൽ 15 ഫിഷസാണ് നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ ആ ഒരു സൈസാണ് നമ്മുടെ അക്വേറിയം സൈസ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു 15 ഫിഷ് ഇതിൽ നിന്ന് വാങ്ങുന്നുണ്ട്. നമുക്ക് കൊണ്ടുപോകാനുള്ള ഫിഷ് ഒരു കവറിലാക്കി പുള്ളി പാക്ക് ചെയ്യണം. അപ്പോൾ അതിലെന്തോ ഒരു ഡ്രോപ്പ് ആൾ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു അതെന്താണ് എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊരു വിറ്റാമിനാണ്. ഫിഷിന് നമ്മൾ വീക്കിലി വൺസ് ഈ ഒരു വൈറ്റമിൻ ഡ്രോപ്പ് ഒഴിച്ചാൽ അതിന് കുറച്ച് കൂടുതൽ ലൈഫ് കിട്ടും, അത് നല്ലതായിട്ട് ആക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ കവറിലാക്കി വീട്ടിൽ കൊണ്ടുവരുന്ന കൊണ്ട് അവനൊരു സേഫ്റ്റിക്ക് വേണ്ടി അവനൊരു ഡ്രോപ്പ് വിറ്റാമിൻ അതിലൊഴിച്ചു. അപ്പോൾ നമ്മളോട് അത് വാങ്ങാൻ പറയുവാണ്. നിങ്ങൾക്ക് വീക്കിലി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് വൈറ്റമിനാണ് ഫിഷിന് കൊടുക്കാൻ വേണ്ടിയുള്ള. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതും വാങ്ങിക്കാം, നമുക്ക് വീക്കിലി നമ്മുടെ ഈ ഒരു അക്വേറിയത്തിൽ ഉള്ള ഫിഷിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അതും വാങ്ങി ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിപ്പം 15 ഫിഷും പിന്നെ വിറ്റാമിൻ ഡ്രോപ്പ് വാങ്ങിച്ചു, പിന്നെ അതിനുള്ളൊരു ഫുഡ് വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ ഫിഷിനെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മാറ്റേണ്ട ഒരു നെറ്റ് വാങ്ങിച്ചു, വല. പിന്നെ അതെ ഇതാണ് ആ നെറ്റ്. നമുക്കിപ്പം ഫിഷിനെ ഇപ്പം മാറ്റിയിടണം, ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിഷിനെ മാറ്റണമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാം. നമുക്ക് ഈ അക്വേറിയം, ഫിഷ് വളർത്തൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ഏരിയയിൽ വന്നാൽ ഇവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല. കാരണം അത്ര ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഓരോ നമുക്ക് വ്യത്യസ്തമായ വളരെ ഭംഗിയുള്ള അക്വേറിയത്തിനകത്തിടുന്ന ഓരോരോ ഐറ്റംസ് ആയാലും ഫിഷ് ആയാലും എല്ലാം നമുക്ക് ഇവിടെ വന്നാൽ ഒരു 2-3 അവേഴ്സ് നമുക്ക് സ്പെൻഡ് ചെയ്ത് അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. അപ്പോൾ നമ്മുടെ അക്വേറിയം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു, അതിനോട് ഫുഡും മറ്റ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് പുള്ളി ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ठीक है, अभी भाई एक्सप्लेन कर रहे हैं. നമ്മളിപ്പോൾ ദൈറ ഫിഷ് മാർക്കറ്റ്, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പെറ്റ് വേൾഡിൽ നിന്ന് നമ്മൾ ഫിഷ് വാങ്ങുവാണ്. പെറ്റ് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ അക്വേറിയം, പിന്നെ അതിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ബൈ ഷോപ്പ് നമ്പർ 10 Pets World LLC Pets shop World. number 10 Waterfront നമ്മൾ ദൈറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പെറ്റ്സ് വേൾഡിൽ ഷോപ്പ് നമ്പർ 10-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. तो इनके पूरा आ रहा है भाई. नाम क्या है आपका? शम्स मोहम्मद मोहम्मद शम्स भाई है हमारे साथ अभी. तो भाई आप बताइए. ये सर क्या है ना, इसके अंदर अभी जाके आपने ये लिया सब कुछ टैंक्स वगैरह. यू कैन गो द होम, देन यू कैन पुट इनसाइड द वाटर सेम लाइक दिस वन. Okay. Then you can put the something stones, bubbles, everything inside. ठीक Then है. you can open the plastic. Minimum 10 minutes maintain the temperature. That's your fish is not die. You can first temperature maintain. Then you can open the plastic. You can put the inside. Then that is for the medicine, anti-white spot. That one you can give the weekly one time. That is for vitamin. You know this fish. സോ ഇത് നമ്മുടെ ഫിഷിന് പുള്ളി പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ഫിഷിന് വൈറ്റമിനും ആഴ്ചയിൽ ഒരു ദിവസം വീക്കിലി 1 ടൈം നമ്മൾ ഫിഷിന് ഇത് വൈറ്റമിൻ കിतना ഡ്രോപ്പ്. Yeah, that one depends on aquarium size. Actually, you have to small aquarium. You can use it for the 5 ml. You have their writings. അച്ഛാ നമ്മുടെ അക്വേറിയം സ്മോൾ സൈസ് ആയതുകൊണ്ട് 5 ml മാത്രം നമ്മൾ വീക്കിലി 1 ടൈം ഇട്ടാൽ മതി. That one is for the food flakes. That is small fish. This is All vitamin. fish- Yeah, that is for all fish eating. That is inside have for the paper type. Na paper type is food have. You can give every day very little, not too much. That you can give too much food. Small fish eating is too much, but chances are 90% is die. You can give very little. Pinch, something a pinch. pinch. Yeah. ഒരു ഡെയിലി है ना. Every day one time you can give the only pinch. Daily one time. So सब of food. खाया ये पिंच वाला. All fish eating. All fish eating. You can give too much food. They Every will all die. fish They will eating, die. but there have chances that 90% maybe your fish is die. That's why you can give don't too much food. ബായി പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കുമ്പോൾ ഡെയിലി ഒരു പിഞ്ച് ഫുഡ് മാത്രം നമ്മൾ ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഫിഷ് നമ്മൾ ഇതിലിടുന്ന ഫിഷ് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. സോ
സോ നമ്മൾ ഡെയിലി ഫിഷിന് നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു ഫുഡ് തന്നിരിക്കുന്നത്, ഇത് ഒരു പിഞ്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. Every day, weekly one time you can change also water. This is depend the aquarium size. Sometimes dirty is fast coming, sometimes not dirty coming. This one weekly one time you can change water only 50%. Don't full So water कितना you कितना can तक change. इधर तक? ये इतना पानी चेंज कर ले 50% ना. इसका नहीं, अभी 50% पहले डालने के टाइम मैम कितना डालना हाँ, है? इतना पूरा फुल पानी चेंज करने डाले के टाइम आधा चेंज करना है. आधा चेंज. वो क्या है ना, आप पूरा पानी चेंज करेंगे ना, इस टेम्परेचर प्रॉब्लम. That one different temperature. अच्छा. Then after your fishes have chances, maybe your fishes die. Die, okay. Better you can half water change. It is 50%. 50% is good. Weekly Normal change करेगा ना? temperature. Weekly one time you can change water is better. अच्छा. Your fish is तो moving. कैसे चेंज करेगा? पूरा फिश निकालना पड़ेगा पहले? नहीं, आप इजी है, ये बहुत इजी है सर. हाँ. अभी ये देखे ना, फुल टैंक है ना, आप इसके अंदर फुल पानी डाला हुआ है. ओके. आप हाफ पानी डाल के किसी भी कप के साथ कुछ भी बर्तन यूज करके हाफ पानी निकाल के तो उसके अंदर आप पानी यूज कर सकते तो हैं. क्या? और टैंक जो क्लीन करने का इजी तरीका है ना सर, ये देखें, ये है स्पॉन्ज. हाँ. फॉर एग्जांपल जो ग्रीन आएगा ना, इसके ऊपर ग्रीन ग्रीन आएगा. अच्छा. ओके. ग्रीन इजीली यू कैन रिमूव लाइक दिस वन. सो इसके लिए रखा है? Like this, yes. अच्छा. Yes. ओके ठीक है. सही है ना. ठीक है. ये आप इजीली, वेरी इजी, सिंपल आल्सो. सो पूरा फिश निकालने का कोई जरूरत नहीं है? यू कैन डोंट रिमूव द फिश. ഓൺലി 50%. 50% പാനി നിക്കാൽ के उसके अंदर नया पानी डाल. അപ്പോൾ പുള്ളി പറയണതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മുഴുവൻ വെള്ളം മാറ്റാതെ അതിൻ്റെ പകുതിയോളം വെള്ളം മാത്രം മാറ്റുക, ബാക്കി പകുതി അവിടെ ഇട്ടിട്ട് പകുതിയോളം വെള്ളം എല്ലാ വീക്കിലിയും മാറ്റിക്കൊണ്ടിരിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. കാരണം ഒരുമിച്ച് അത് മാറ്റി അതിൻ്റെ ഒരു നമ്മൾ ഒരുമിച്ച് കിടക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേരിയേഷൻ വരുമ്പോൾ ഫിഷിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അത് ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം ടാങ്ക് ക്ലീൻ ചെയ്യാൻ മുഴുവൻ മാറ്റാതെ അതിൻ്റെ പകുതി മാത്രം മാറ്റുക എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഫിൽറ്ററായിട്ട് മേലെ അതിൻ്റെ ഒരു ഫിൽറ്റർ ഏരിയയിൽ അതിങ്ങനെ അടിയും. ഇപ്പം നമ്മൾ വീക്കിലി നമുക്കത് എടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും എന്നാണ് പറയുന്നത്. ये जो प्लास्टिक आपने प्लांट लिया ना सर, ये किसके लिए डालते हैं मालूम है? इससे ऑक्सीजन ज़्यादा होती है. हम लोग बाहर जाएंगे, हवा में ओपन एरिया, पार्क हो गया, उसमें जाएंगे तो हम लोग को अच्छा लगेगा ना, ऑक्सीजन है, ग्रीन ग्रीन ग्रास है, प्लांट है, तो इसके लिए ये उसके लिए डालते हैं ज़्यादातर ना. फॉर एग्जाम्पल आपका फिल्टर बंद भी हो गया, मोटर बंद भी हो गया, नहीं भी चालू करे 2 दिन 1 दिन, तो फिश फिर भी जिंदा रह सकता है. अच्छा. क्योंकि आपने ऑलरेडी उसके अंदर लाइव प्लांट्स डाले हैं ना, इसके लिए. So these are the items we bought from here, everything. ഫിഷ്, പിന്നെ ഒരു 3 പ്ലാന്റ്, പിന്നെ അതിൻ്റെ ഫുഡ്, വല, അതിൻ്റെ നെറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ ക്ലീൻ ചെയ്യാനുള്ള, പിന്നെ വൈറ്റമിൻ, അതിന് വീക്കിലി കൊടുക്കാനുള്ള ഒരു വൈറ്റമിൻ. ഇതൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ വീട്ടിൽ ചെറിയൊരു അക്വേറിയം വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം, അത് വെച്ച് നോക്കാം, നമുക്കത് എത്രത്തോളം അത് നമുക്ക് സക്സസ്ഫുൾ ആവും നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളി പറയണമെന്ന് വെച്ചാൽ ഇതിൽ പ്ലാന്റ് നമ്മളിടുന്നത് ഫിഷിന് കുറച്ചുകൂടെ ഓക്സിജൻ കിട്ടും, ബെറ്ററാണ്. നമ്മൾ ലൈവ് പ്ലാന്റ്സ് ഇടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കറണ്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മോട്ടറിൽ നിന്ന് പോയി ഒരു 24 hours വരേക്കും ഇപ്പം ഈ പ്ലാന്റ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് ഈ ഫിഷിന് ഓക്സിജൻ കിട്ടിക്കോളും. ഒരു 24 hours, ഒരു 48 hours വരേക്കും അതിന് കുഴപ്പമൊന്നും പറ്റത്തില്ല എന്നാണ് പ്ലാന്റ് ഇടുന്നത്. ലൈവ് പ്ലാന്റ് ഇടുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ്, ഞാൻ ചോദിച്ചു ഇതിൻ്റെ വേസ്റ്റൊക്കെ, അതായത് ഇതിൻ്റെ വേസ്റ്റൊക്കെ അടിയിൽ പോകുമ്പോൾ അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും, അതെന്ത് ചെയ്യും? അപ്പോൾ അതിന് ഒരു ഫിൽറ്റർ അതിന് ഓട്ടോമാറ്റിക്കലി ഉണ്ട്, അത് ഫിൽറ്ററായി മേലെ തന്നെ വരും. അപ്പോൾ നമുക്കതെടുത്ത് അതിൻ്റെ ഒരു നെറ്റ് നമ്മൾ ക്ലീൻ ചെയ്താൽ മതിയാവും എന്നാണ് പറയുന്നത്. Shams Pets World LLC, Waterfront Market, shop number 10. Shop number 10. Thank you so They much. will provide discount also, very good discount. Thank you for watching. അപ്പം ഞങ്ങൾ അക്വേറിയം പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഫിഷ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രോ വീഡിയോ ആണിത്. അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നതാണ്. ഫിഷ് വാങ്ങുന്ന, ഫിഷ് പർച്ചേസും ബാക്കിയുള്ള നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ചേർത്ത് അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നതാണ്. കാരണം വളരെ വലിയ ഒരു വ്ളോഗായി പോകും നമ്മൾ ഇതും കൂടെ ഉൾക്കൊള്ളിച്ചാൽ. അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മളൊരു വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.